ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണോ? ഇന്നൊരു വ്യത്യസ്തമായ ഒരു രുചിക്കൂട്ടുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് അതിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു 5 മുട്ട ഞാൻ അതിനായി എടുത്തു. ഒന്ന് കഴുകിയതിന് ശേഷം ഓരോന്നായിട്ട് ഉടച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു. ശേഷം ഇനി അതിലേക്ക് വേണ്ട ചേരുവകൾ ആഡ് ചെയ്യാണ്. കുരുമുളക് പൊടി, മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല, അങ്ങനെ ഇത്രയും ചേരുവകൾ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു പിഞ്ചളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത്രയും ഇട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കലക്കിയെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ സാധാരണ പാനിൽ എഗ് ഫ്രൈ ചെയ്യുമല്ലോ, അതുപോലെ അതിനെ അല്പം എണ്ണ ഒഴിക്കുന്നു, അതിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുത്ത് അതിനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം വേവുന്നതിന് കുറച്ച് താമസം എടുക്കും, കാരണം 5 മുട്ടയുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തേക്കും നമുക്ക് മറ്റ് ചേരുവകളൊക്കെ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്, കൂരവിൻ്റെ പൗഡർ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്തു. അതിന് ശേഷം ഇഞ്ചി പേസ്റ്റ് ഒരു ചെറിയ അളവിൽ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം അതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. സത്യത്തിൽ മൈദ മാവാണെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റി ആവും, പക്ഷേ മൈദ അത്ര ഹെൽത്തി അല്ല, അതുകൊണ്ട് ഞാൻ മൈദ ഇതിൽ ഇട്ടിട്ടില്ല. പക്ഷേ ഈ കൂരവ് ആണെങ്കിലും ടേസ്റ്റിന് ഒരു കുറവുമില്ല, അടിപൊളിയായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു കോൺഫ്ലോറും കൂടി ഇടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതാ ഈ റെഡിയാക്കിയ ചേരുവയിലേക്ക് ഞാൻ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഓട്സും കൂടി ആഡ് ചെയ്തു. ശേഷം അതിനെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഓട്സ് ഇല്ലാത്ത കുറച്ച് ഭാഗമുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്, വെള്ളം ഒഴിച്ച്. അപ്പോൾ ഇനിയാണ് നമ്മുടെ ബാക്കി പരിപാടികൾ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇടണം എന്നുള്ളത് ഞാൻ അപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഒരു ഇച്ചിരി ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം അപ്പോഴേക്കും നമ്മുടെ എഗ്ഗ് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞു. ശേഷം അതിനെ മറിച്ചു കൊടുത്തു. പിന്നെ ഒരല്പം നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല പോലെ കുക്ക്ഡായി കിട്ടിയിട്ടുണ്ട്. ശേഷം അതിനിതാ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി. എന്നിയാണ് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കും, ഓരോരോ ചെറിയ പീസുകളാക്കി മാറ്റും. അതിനുശേഷം നമുക്കിതാ ഈ ബൗളിൽ തന്നെ പൊരിച്ചെടുക്കണം എന്നുള്ളത് കൊണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള എണ്ണയും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാകുന്ന നേരത്തിന് നമുക്കിതിനെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഈ എണ്ണ സൺഫ്ലവർ ഓയിലാണ് കുറച്ചും കൂടി നല്ലത്. പക്ഷേ ഞാൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ കോക്കനട്ട് ഓയിലിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ കോക്കനട്ട് ഓയിലാണ് ഞാൻ അതിൽ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തിളയ്ക്കുന്നുണ്ട്. ആ സമയത്തേക്ക് ഈ ലൂസാക്കി വെച്ചിരുന്ന ആ ഒരു മാവിലേക്ക് ഈ കഷ്ണത്തിനെ മുക്കുന്നു. അതിനുശേഷം ഓട്സ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പൗഡറിലേക്ക് ഇട്ട് നമ്മളില്ല ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വേണ്ടിയിട്ട് റെഡിയാക്കില്ലേ, അതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അതിനെ 2 തവണ ഞാൻ ഡിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 തവണ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ പോലെ ആക്കി കിട്ടും. എന്നിട്ട് ഞാനത് അതിന് ശേഷം അതിലേക്ക് പാനിലേക്ക് ഇട്ട് പൊരിച്ചെടുത്തു. കണ്ടോ, ഭയങ്കര ക്രിസ്പി ആയിരുന്നു, അതുപോലെ തന്നെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെ മുട്ടയിൽ എന്തൊക്കെയുണ്ട്, റാഗിയിൽ എന്തൊക്കെയുണ്ട് എന്നൊന്നും, ഓട്സിൽ എന്തൊക്കെയുണ്ട് എന്നൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.